എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത്. ബജാജിൻ്റെ പ്ലാറ്റിന 100cc ഹീറോൻ്റെ തന്നെ ഏറ്റവും അധികം സെയിൽ നടക്കുന്ന സ്പ്ലെൻഡർ പ്ലസും തമ്മിലുള്ളൊരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ രണ്ട് മോട്ടോർ സൈക്കിൾസിലും എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ബെനിഫിറ്റ്സ് എന്തൊക്കെയുണ്ട്, ഓൺ റോഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, ഡൗൺ പേയ്മെൻറ്റ് എത്ര വരും, EMI വരും, സകല കാര്യങ്ങളും ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ബജാജിൻ്റെ പ്ലാറ്റിന 100cc ബൈക്കാണ്. ഈ കാണുന്നതാണ് ബജാജ് പ്ലാറ്റിന 100cc ബൈക്ക്. ഇത് 2024 മോഡലാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ബജാജിൻ്റെ ലോ സർവീസ് കോസ്റ്റും മൈലേജുമാണ്. അപ്പോൾ അതെ, ഈ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന ബൈക്കുകളിൽ ഒന്നാണ് ബജാജിൻ്റെ പ്ലാറ്റിന 100cc. ഇതിൽ തന്നെ ABS ഉള്ള മോഡൽ വരുന്നുണ്ട്, ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് ഉള്ള മോഡൽ വരുന്നുണ്ട്, 110cc മോഡൽ വരുന്നുണ്ട്. അങ്ങനെ 3 വേരിയൻ്റാണ് ഈ മോഡൽ വരുന്നത്. നമ്മളിപ്പോൾ 100cc ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹീറോയുടെ സ്പ്ലെൻഡർ പ്ലസ് മോഡലാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ബ്ലാക്ക് കളറിലാണ് ഞാനിപ്പോൾ ഡിസ്പ്ലേ എടുത്തിരിക്കുന്നത്, അതായത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ വേറെ കളേഴ്സും വരുന്നുണ്ട്. നമ്മുടെ ആ ക്ലാസിക് ആയിട്ടുള്ള ബ്ലൂവും റെഡും കൂടി സ്റ്റിക്കർ വരുന്ന ക്ലാസിക് ആയിട്ടുള്ള സൂപ്പർ മോഡലും കൂടെ വരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട്, വേറൊരു കളർ ചേഞ്ച് കൂടി ഈ മോഡലിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ബൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു 30-35 വർഷമായിട്ട് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കാണ്. മൈലേജിനായാലും സർവീസിനായാലും എൻജിൻ ക്വാളിറ്റിയിലായാലും ഈ ബൈക്കിനെ വെല്ലാനായിട്ട് മറ്റൊരു ബൈക്ക് മോട്ടോർ സൈക്കിൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയും. ഞാൻ പൊക്കി പറയുന്നതല്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന 2 വണ്ടികളാണ്. അപ്പോൾ 2 വണ്ടിക്കും എന്തൊക്കെ പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 2 ബ്രാൻഡിൽ നിന്ന് കയ്യിൽ നിന്ന് ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു 14 വർഷത്തെ ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസും ഉണ്ട്. എനിക്ക് എന്താ പറയുക, അറിയുന്ന കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറോ ഹോണ്ടയുടെ ഈ സ്പ്ലെൻഡർ പ്ലസ് മോഡൽ തന്നെ സ്പ്ലെൻഡർ പ്ലസ് ഉണ്ട്, സ്പ്ലെൻഡർ എക്സ്ടെക് ഉണ്ട്, 2-3 മോഡൽ വരുന്നുണ്ട്. നമുക്കപ്പോൾ പ്ലാറ്റിനയിൽ തന്നെ തുടങ്ങാം. പ്ലാറ്റിനയുടെ മിററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതാണ് അതിൻ്റെ ബ്രേക്ക് ലിവർ വരുന്നത്. ഹാൻഡിലാണ് ഈ കാണുന്നത്, ക്രോം കളർ ഹാൻഡിൽസാണ് നമ്മുടെ ബൈക്കിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇപ്പുറത്തെ സൈഡിൽ മിറർ നമ്മുടെ സ്പ്ലെൻഡറിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടുതൽ വരുന്നത് ബജാജിൻ്റെ പ്ലാറ്റിനയ്ക്കാണ്. നല്ല ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള സൺവൈസർ വരുന്നുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട് പ്ലാറ്റിനയ്ക്ക്. അത് പ്ലാറ്റിനയ്ക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലൈറ്റ് ഇഗ്നിഷൻ ഓൺ ആയാൽ കത്തില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കത്തത്തുള്ളൂ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് പ്ലാറ്റിനയ്ക്ക് വരുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റിനയുടെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് വണ്ടി സ്റ്റാർട്ടായാൽ മാത്രമേ കത്തത്തുള്ളൂ. ഇനി നമുക്ക് സ്പ്ലെൻഡറിനെ നോക്കാം. സ്പ്ലെൻഡർ വരുമ്പോൾ കുറച്ചുകൂടി ചെറുപ്പമുള്ള എന്താ പറയുക, ചെറിയ മിററാണ് നമ്മുടെ സ്പ്ലെൻഡറിന് വരുന്നത്. പിന്നെ ഇതാണ്, എനിക്ക് ആ സൂം കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഇതാണ് അതിൻ്റെ വൈസർ വരുന്നത്. വൈസർ ഗ്ലോസി ബ്ലാക്ക് കളറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഈ മോഡലിൽ വരുന്നില്ല. പക്ഷേ നിങ്ങൾ എക്സ്ടെക് എടുക്കുകയാണെങ്കിൽ, സ്പ്ലെൻഡറിൻ്റെ കൂടിയ മോഡലായ എക്സ്ടെക് ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് കിട്ടും. മിററിൻ്റെ ഷേപ്പ് ക്ലാസിക് ആയിട്ടുള്ള ആ ബോക്സി ഷേപ്പ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ മിററും എന്താ പറയുക, ഫ്ലെക്സിബിളാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. ലോങ് ആയിട്ടുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. അതായത് സ്റ്റെം പൈപ്പിൽ ഈ സിൽവർ പോലെ അല്ലെങ്കിൽ ക്രോം കളർ കാണുന്നതിൻ്റെ സ്റ്റെം പൈപ്പ് എന്ന് പറയാം. സ്റ്റെം പൈപ്പിൻ്റെ പൊക്കം കൂടുതൽ എപ്പോഴും പ്ലാറ്റിനയ്ക്കാണ്. നമ്മുടെ സ്പ്ലെൻഡറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൂടാതെ കംഫർട്ടെക് ടെക്നോളജി കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി കുഷനിങ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് 2 മോഡലും വരുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആകുമ്പോൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കുള്ളൂ വണ്ടി. അത്യാവശ്യം കുണ്ടുകുഴി മണ്ണ് ചരലൊക്കെ ഉള്ള വഴിയിലൂടെ ഓടിച്ചുകൊണ്ട് നടന്നാലും വണ്ടി ഒരിക്കലും തെറ്റിപ്പോകാനോ പാളാനോ ചാൻസ് വളരെ വളരെ കുറവാണ്. പിന്നെ ഫ്രണ്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. സിൽവർ കളർ പ്ലേറ്റഡ് ആണ് അലോയ് വീൽസ് പറഞ്ഞാൽ. 17 ഇഞ്ച് ആണ് അലോയ് വീലിൻ്റെ സൈസ് വരുന്നത്. ട്യൂബ്ലെസ് അല്ല, സാധാരണ ട്യൂബ്ഡ് ടയറാണ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. ട്യൂബ്ലെസ് ടയർ പ്ലാറ്റിന 100 മോഡലിൽ നമുക്ക് കമ്പനി തരുന്നില്ല. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 130 mm ഫ്രണ്ട് ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. 2 കേബിൾ വരുന്നുണ്ട്. ഡ്യുവൽ കേബിൾ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കോംബി ബ്രേക്ക് സപ്പോർട്ട് നമ്മുടെ വണ്ടിക്ക് ഉണ്ട്. അതായത് ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്കും എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് എപ്പോഴും ബ്രേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഏത് സൈഡിൽ ബ്രേക്ക് പിടിച്ചാലും ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ അതുപോലെ എഫക്റ്റ് ആവും. ഇതാണ് ബ്രേക്കിൻ്റെ ആ ലൈനറിൻ്റെ അഡ്ജസ്റ്റർ കാണിക്കുന്നത്. അഡ്ജസ്റ്റർ അല്ല, അതിൻ്റെ അളവ് കാണിക്കുന്നതാണ്. ഇത് നമുക്ക് സ്പ്ലെൻഡറിനെ കുറിച്ച് നോക്കാം. സ്പ്ലെൻഡറിൻ്റെ പൈപ്പ് നിങ്ങൾ കണ്ടല്ലോ, രണ്ടും തമ്മിൽ പൈപ്പിൻ്റെ ആ സ്റ്റെം പൈപ്പിൻ്റെ നീളം കുറച്ചുകൂടി കുറവാണ് സ്പ്ലെൻഡർ വരുമ്പോൾ. കാരണം വണ്ടി കുറച്ചുകൂടി ലോവറായിട്ട് താഴ്ന്നിരിക്കുന്ന വണ്ടിയാണ്. സെയിം ടു സെയിം ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിക്ക് വരുന്നത്. നല്ല സ്റ്റേബിളായിരിക്കും, കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് എൻ്റെ ബുഷിങ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീലിനെ കുറിച്ച് പറഞ്ഞാൽ 18 ഇഞ്ചാണ് സ്പ്ലെൻഡറിൻ്റെ വീല് വരുന്നത്. പ്ലാറ്റിനയ്ക്ക് 17 കിട്ടത്തുള്ളൂ. ഇതിന് 18 ഇഞ്ച് വീല് വരുന്നുണ്ട്. അതുകൂടാതെ ട്യൂബ്ലെസ് ടയർ കിട്ടുന്നുണ്ട് സ്പ്ലെൻഡറിന്. C8 അല്ലെങ്കിൽ MRF ടയറാണ് നമുക്കിപ്പോൾ ടൈപ്പ് ഉള്ളത്. ടയറിൻ്റെ സൈസ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ.
ടയറിൻ്റെ സൈസ് കണ്ടോ, 80/100/18 ട്യൂബ്ലെസ് ടയർ നമുക്ക് കിട്ടുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറിന് അതിൻ്റെ നെക്കാണ്, ഇത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ട് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഫ്രണ്ട് മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് മഡ് ഗാർഡാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. രണ്ടിനും മഡ് ഗാർഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും റിഫ്ലക്ടർ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് കോമ്പി ബ്രേക്ക് സപ്പോർട്ട് രണ്ട് വണ്ടിക്കും ഉണ്ട്, സ്പ്ലെൻഡറിനും ഉണ്ട്, പ്ലാറ്റിനയ്ക്കും ഉണ്ട്. 130 mm ഡ്രം ബ്രേക്ക് തന്നെയാണ് രണ്ട് വണ്ടിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്ലാറ്റിനയുടെ സൈലൻസർ പൈപ്പാണ്. ഇത് കാറ്റലിക് കൺവേർട്ടറാണ്, ആ ഒരു പ്ലഗ് പോലെ കുത്തി വെച്ചിരിക്കുന്നത്. വാഹനത്തിൻ്റെ ടാങ്കാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് എങ്ങനെയാണ് നിങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. പ്ലാറ്റിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 11 ലിറ്ററിന് കമ്പനി പറയുന്നുണ്ട്, പക്ഷേ എന്നാൽ തന്നെ ഒരു 9.8 കിട്ടുന്നുള്ളൂ. ഇതാണ് ഫ്രണ്ട് ഫുള്ളി അനലോഗ് മീറ്റർ വരുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാണിക്കുക. സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ ഒന്നും വരുന്നില്ല. ഫ്യൂൽ ഗേജ്, പിന്നെ എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഇൻഡിക്കേറ്റർ, അങ്ങനെയുള്ള കാണുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കാണിക്കുക. ഇടത്തെ സൈഡിൽ സ്വിച്ചസ് വരുമ്പോൾ ഡിം ബ്രൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതിൻ്റെ താഴെ ഹോൺ വരും, പാസ് ബട്ടണും വരുന്നുണ്ട്. ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹാൻഡിലാണ് ഈ വണ്ടിക്ക് വരുന്നത്. വലത്തെ സൈഡിലാവുമ്പോൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് വരുന്നുണ്ട്, സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. വാഹനത്തിൻ്റെ കീ ആണ് ഈ കാണുന്നത്, സിമ്പിളായിട്ടുള്ള കീ ആണ്, ഡ്യുവൽ കീ. രണ്ട് കീ നമുക്ക് വണ്ടിയോടൊപ്പം അവൈലബിൾ ആണ്. പിന്നെ കീയുടേതായ അപ്പോൾ ചെറിയൊരു ബാർകോഡ് അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഒരു പീസും കൂടി വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഈ അനലോഗ് മീറ്ററിന് ചുറ്റുമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ക്രോമിൻ്റെ ഓർണമെൻറ്റ്, ഒരു എന്താ പറയുക, ഒരു റിച്ച് ഫീൽ കിട്ടാനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ ക്രോമിൻ്റെ ഓർണമെൻറ്റ് തന്നിട്ടുണ്ട്. അതുകൂടാതെ ഫ്യൂൽ ഗേജിൻ്റെ മീറ്ററിൻ്റെ സൈഡിലല്ല കേട്ടോ, ഉള്ളിലായിട്ട് ഒരു ക്രോമിൻ്റെ പ്ലേസിങ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ LED ബൾബിൽ ന്യൂട്രലിൻ്റെയും എഞ്ചിൻ മാൽ ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണിച്ച് തരുന്നതാണ്. പിന്നെ 2024 മോഡലായിട്ട് ഓൾറെഡി E20 ഫ്യൂൽ സപ്പോർട്ടഡാണ്. 9.8 ലിറ്ററാണ് വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. ടാങ്കിലൊരു അടിപൊളി ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്, സിൽവറും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട്. സീറ്റ് ഒരു കുറ്റവും പറയാനില്ല, നല്ല നീളമുള്ള സീറ്റാണ്. സീറ്റിന് കുറച്ച് റിച്ച് ഫീൽ കിട്ടാനുണ്ട്, ഒരു ഗോൾഡൻ സ്റ്റിച്ചിങ് കൂടെ സീറ്റിന് ചുറ്റും വരുന്നുണ്ട്. റിയർ ഗ്രാബ് റെയിൽ നല്ല ഹാൻഡിയാണ്, ബാക്കിലിരുന്ന ആൾക്ക് ചേച്ചിമാർക്കായാലും അമ്മമാർക്കായാലും സുഖമായിട്ട് സൈഡ് തിരിഞ്ഞ് ഇരുന്നാൽ പോലും കൈയെത്തിച്ച് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹാൻഡ് റെയിലാണ് നമ്മുടെ വണ്ടിക്ക് വരുന്നത്. സ്പ്ലെൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു മോഡൽ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഫുൾ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കുറച്ച് സ്റ്റിക്കറിങ് അഡീഷണൽ വരുന്നത് വെച്ചാൽ ആ ബ്ലാക്ക് കളറിന് ഒരു ആക്കം കൂട്ടാൻ നല്ല സ്റ്റിക്കറിങ് വരുന്നുണ്ട്. ടാങ്കിൽ ഹീറോൻ്റെ ബാഡ്ജിങ് വരും, സ്പ്ലെൻഡർ പ്ലസിൻ്റെ 3D ബാഡ്ജിങ് വരുന്നുണ്ട്, i3Sൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇനി അടുത്ത ബാഡ്ജിങ് വരുന്നത് ടാങ്കിലാണ്, അതായത് E20 ഫ്യൂൽ സപ്പോർട്ടിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന മറ്റൊരു ബാഡ്ജിങ് ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ സെയിം ടു സെയിം സ്പ്ലെൻഡർ പ്ലസിൻ്റെ 3D ലോഗോ, 3D ബാഡ്ജിങ് വരും, i3Sൻ്റെ സ്റ്റിക്കറിങ് വരുന്നുണ്ട്. ഹീറോയുടെ ബാഡ്ജിങ് ടാങ്കിൽ വരും. പവർ സ്റ്റാർട്ട്, സെൽഫ് സ്റ്റാർട്ട് ഉള്ളതിൻ്റെ പവർ സ്റ്റാർട്ടിൻ്റെ ബാഡ്ജിങ് വരും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ വൈസറിൽ ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് എന്നുള്ള ഒരു സിൽവറിലെ സ്റ്റിക്കറും വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് വരുന്നത്. 9 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ടാങ്കാണ്, എഞ്ചിനാണ്, ടാങ്കാണ്, ആയിക്കോട്ടെ, സീനില്ല, രണ്ടും സെയിം ടു സെയിം ആണല്ലോ. സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരും. സ്പ്ലെൻഡറിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു USB ചാർജ് ചെയ്യാനുള്ള പോർട്ട് വരുന്നുണ്ട്. അതെ, ഈ ഒരു മോഡലിൽ സ്പ്ലെൻഡറിൽ മാത്രമേ USB ചാർജിങ് വരുന്നുള്ളൂ, പ്ലാറ്റിനയ്ക്ക് ഇത് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഹാൻഡിലിനോട് ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മൊബൈൽ വയ്ക്കാവുന്നതാണ്. അടുത്ത സൈഡിൽ i3S സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ വരുന്നുണ്ട് വണ്ടിക്ക്. ഇത് i3S സ്റ്റാർട്ട് സ്റ്റോപ്പും സെൽഫിൻ്റെ ബട്ടൺ വരും. ഇത് ക്ലാസിക് ആയിട്ട് നമ്മൾ ആ പഴയ Euro 1 തൊട്ട് വരുന്ന 2 റൗണ്ടിലെ സ്പ്ലെൻഡറിൻ്റെ റിങ്ങുകളാണ് ഇപ്പോഴും അനലോഗ് മീറ്ററിൽ വരുന്നത്. അഡീഷണൽ ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ മീറ്ററിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷനും i3Sൻ്റെ ഇൻഡിക്കേഷനും വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഫ്യൂൽ ഗേജും പിന്നെ ന്യൂട്രൽ ലൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ, ഡിം ബ്രൈറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണിക്കുന്നത്. സീറ്റ് പ്ലാറ്റിനയേക്കാളും ഓൾമോസ്റ്റ് സൈസ് സെയിമാണ്, പക്ഷേ വീതി കുറവാണ് സ്പ്ലെൻഡറിൻ്റെ സീറ്റിന്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഗ്രാബ് റെയിൽ പക്ഷേ സൂപ്പറാണ്, പ്ലാറ്റിനേക്കാളും വലിപ്പമുള്ള ഗ്രാബ് റെയിൽ കിട്ടുന്നുണ്ട്. ക്രോം പ്ലേറ്റഡ് ആണ്, നല്ല ക്ലാസിക് ലുക്കാണ്. എത്ര ദൂരത്ത് നോക്കിയാലും സ്പ്ലെൻഡറാണെന്ന് തിരിച്ചറിയുന്ന ഈ ഒരു ഗ്രാബ് റെയിൽ കണ്ടിട്ടുണ്ട്. ഇതാണ് സൈഡ് കവറും ടെയിൽ പീസും വരുന്നത്. പ്ലാറ്റിനയുടെ ഒരു അടിപൊളി ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് എഞ്ചിന് കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. 102 cc ആണ് പ്ലാറ്റിനയുടെ എഞ്ചിൻ കപ്പാസിറ്റി. 7.9 bhp ആണ് പവർ ഔട്ട് വരുന്നത്. 8.3 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 90 km വരെ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കുന്നതാണ്. മൈലേജ് ഒരു 70-72 km മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓൾറെഡി കാർബറേറ്റർ മോഡലാണ്, അതുകൊണ്ട് 2 ലിറ്റർ ഫ്യൂളൊന്നും എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഈ മോഡലിൽ ഇലക്ട്രോണിക് കാർബറേറ്ററാണ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഇത് അങ്ങനെ കറങ്ങി ഇപ്പുറത്തെ സൈഡ് എത്തുമ്പോൾ കാർബറേറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. എല്ലാം ഫ്രണ്ട് സൈഡിലേക്കാണ് ട്രാൻസ്മിഷൻ, ഗിയർ പൊസിഷൻ വരുന്നത്.
ഇതാണ് അതിൻ്റെ ഗിയർ ലിവർ. അതിൻ്റെ താഴെയായിട്ട് റബ്ബറിലുള്ളൊരു ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഫുൾ ഫൈബർ, ഹൈ ക്വാളിറ്റി ഫൈബർ വരുന്ന അടിപൊളി ചെയിൻ കവർ വരുന്നുണ്ട് കേട്ടോ പ്ലാറ്റിനയിൽ. ഇതാണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ എഞ്ചിൻ വരുന്നത്. ഇത് 97.2 cc ആണ് എഞ്ചിൻ സൈസ്. ഒരു ചെറിയൊരു ചെറിയ എമ്മിന് കുറവുണ്ട്. 5.9 kW പവർ വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് 93 km ആണ്. ടോപ്പ് സ്പീഡ് കുറച്ചുകൂടി കൂടുതൽ നമുക്ക് സ്പ്ലെൻഡറിന് കിട്ടുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി സപ്പോർട്ടഡ് ആണ്. അതായത് ഫ്യൂൽ പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2 ലിറ്റർ ഫ്യൂല് എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്യൂൽ പമ്പ് പക്കയായിട്ട് വർക്ക് ചെയ്യാനും മിസ്സിങ്ങിലാണ്ട് ഓടിക്കാനും നല്ലപോലെ മൈലേജ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 75-80 അതിന് മേളിലൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട് സ്പ്ലെൻഡറിന്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മൈലേജിൻ്റെ കാര്യത്തിൽ രണ്ടും ഒട്ടും മോശമല്ല. എന്നാൽ പ്രൈസിങ്ങും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതാണ് വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. ഗിയർ ലിവർ വരുന്ന സെയിം 4 സ്പീഡ് ഗിയർ തന്നെയാണ് വരുന്നത്. ഫുട്ട് റെസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് എഞ്ചിൻ കട്ട് ഓഫ്, സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഈ മോഡലും വരുന്നുണ്ട്. സ്പ്ലെൻഡറിൻ്റെ ചെയിൻ കവർ വരുന്നത് മെറ്റലാണ്, ഫൈബർ അല്ല. ഫുൾ മെറ്റൽ ചെയിൻ കവറാണ് വരുന്നത്. പക്ഷേ പ്ലാറ്റിനയ്ക്ക് വരുമ്പോൾ ഫൈബർ ചെയിൻ കവറാണ് വരുന്നത്. ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ് നല്ല വീതിയുള്ള ഫുട്ട് റെസ്റ്റാണ് പ്ലാറ്റിനയ്ക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ സ്വിംഗാമ്. സ്വിംഗാം നോർമൽ പൈപ്പ് ഷേപ്പ്, ചെറിയ പൈപ്പുകൾ വെച്ചിട്ടുള്ള പോലത്തെ സ്വിംഗാമിൻ്റെ സൈഡാണ് വരുന്നത്. മിഡിൽ പോർഷനിൽ മാത്രമേ ഇത് കനത്തിലുള്ള മെറ്റൽ വരുന്നുള്ളൂ. ഇതാണ് ബാക്ക് ഫുട്ട് റെസ്റ്റ്. നല്ല വീതിയുള്ള ഫുട്ട് റെസ്റ്റാണ്. ലേഡീസ് ഹാൻഡിലും, അതായത് സാരി ഗാർഡും നല്ലപോലെ വീതിയുള്ളതാണ്. ബാക്ക് സൈഡ് സസ്പെൻഷൻ ഇത് കംഫർട്ടൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഡ്യുവൽ സ്പ്രിങ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ 2 സ്പ്രിങ് യൂസ് ചെയ്യുന്ന സസ്പെൻഷനാണ്. പക്ഷേ ഇത് ഫിക്സഡ് പോയിൻ്റാണ്. നമുക്ക് സസ്പെൻഷൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഒറ്റ പോയിൻ്റേ ഉള്ളൂ. മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. ഇതാണ് ബാക്ക് സൈഡ് സാരി ഗാർഡ്. സാരി ഗാർഡിൻ്റെ ഫുട്ട് റെസ്റ്റ് നല്ല നീളത്തിലുള്ളതാണ്. അത് കൂടാതെ അഡീഷണൽ ഒരു പാഡ് പോലെ, ഫൈബറിൻ്റെ പാഡ് പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ടെയിൽ ലാമ്പാണ് ഈ കാണുന്നത്. പ്ലാറ്റിന 100 മോഡലിൻ്റെ ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലാമ്പാണ്. നല്ല ഭംഗിയുള്ള ടെയിൽ ലാമ്പാണ്. അതുകൂടാതെ ബാക്ക് സൈഡ് ഇൻഡിക്കേറ്റർ ഫ്ലെക്സിബിളാണ്. ഓപ്പോസിറ്റ് വന്ന വണ്ടി തട്ടിയാലൊന്നും പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നില്ല. നമ്പർ പ്ലേറ്റിൻ്റെ ബാഡ്ജിങ് നല്ല മാറ്റ് ബ്ലാക്ക് കളറുള്ള അടിപൊളി ഇതും വരുന്നുണ്ട്, മഡ് ഗാർഡും വരുന്നുണ്ട്. നേരെ നമ്മൾ സ്പ്ലെൻഡറിലേക്ക് നോക്കുമ്പോൾ സ്പ്ലെൻഡറിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് കോയിൽ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ സസ്പെൻഷൻ്റെ ടെൻഷൻ നമുക്ക് 5 പോയിൻറ്റിൽ ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെയിലി പോകുന്ന റോഡിന് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് വേണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ പതുക്കെ തിരിച്ച് ആവശ്യമുള്ള പോലെ കുറച്ചുകൂടി കംഫർട്ടാക്കി തരുന്നു. ഈ ഒരു ഫീച്ചർ ഈ 2 വണ്ടിയിൽ കമ്പയർ ചെയ്യുമ്പോൾ സ്പ്ലെൻഡറിന് മാത്രമേ ലഭിക്കത്തുള്ളൂ. പിന്നെ ബാക്ക് സൈഡ് ഫുട്ട് റെസ്റ്റ് സ്പ്ലെൻഡറിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ക്ലാസിക് പഴയ മോഡലിൻ്റെ ഫുട്ട് റെസ്റ്റ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ ഓൾറെഡി അവൈലബിൾ ആണ്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. ഇനി നമുക്ക് എടുത്ത് പറയാവുന്ന മറ്റൊരു കാരണം വെച്ചാൽ ഇതിൻ്റെ സാരി ഗാർഡ് ഓൾറെഡി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. സാരി ഗാർഡിൻ്റെ ഒരു പൈപ്പ് ടൈപ്പ് കമ്പി മോഡലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റേ പോലത്തെ കുഷനിങ് കാര്യങ്ങളൊന്നുമില്ല. പ്ലാറ്റിനം പോലെ കുഷിങ് ഒന്നും വരുന്നില്ല. ബാക്ക് സൈഡ് ടയർ പ്ലാറ്റിനയുടെ ടയറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 317 ട്യൂബ്ഡ് ടയറാണ് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ. സിൽവർ കളറിലുള്ള അലോയ് വീൽസ് വരുന്നുണ്ട്. ഈ പ്രാവശ്യം കോണ്ടിനെൻ്റൽ ടയറാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. ആ ഡ്രം ബ്രേക്കിൻ്റെ ഷൂസിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മോശമായി നല്ല എന്നുള്ളതിൻ്റെ ഇത് ചേഞ്ച് ചെയ്യാറായെന്നുള്ളതിൻ്റെ ഒരു മാർക്കിങ്ങും അതിൽ വരുന്നുണ്ട്. ഇതാണ് സ്വിംഗാം വരുന്നത്. കണ്ടോ, സ്വിംഗാം 2 മോഡലും വെറുതെ പൈപ്പ് ഷേപ്പ് ചെറിയ പൈപ്പ് ഇട്ട് പോയേക്കണ പോലത്തെ സ്വിംഗാമാണ്. അത് ഈ പ്രൈസ് റേഞ്ചിൽ എത്തിക്കാൻ വേണ്ടിയും പിന്നെ വെയിറ്റ് കുറയ്ക്കാനും വേണ്ടിയാണ് ഈ ടൈപ്പ് സ്വിംഗാം യൂസ് ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. ബാക്ക് സൈഡ് സൈലൻസറാണ് ഈ കാണുന്നത്. സൈലൻസറിൻ്റെ മുകളിലായിട്ട് ഒരു ക്രോമിൻ്റെ അടിപൊളി പ്ലേറ്റിങ് വന്നിട്ടുണ്ട് പ്ലാറ്റിനയിൽ. അതുകൂടാതെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കാല് പൊള്ളാണ്ടിരിക്കാനുള്ളൊരു ഗാർഡ് കൂടെ അഡീഷണൽ വരുന്നുണ്ട്. കിക്ക് സ്റ്റാർട്ട് സെൽഫ് സ്റ്റാർട്ട് രണ്ടും അവൈലബിൾ ആണ് പ്ലാറ്റിന മോഡലിൽ. ഇതാണ് ഓയിൽ സ്റ്റിക്ക് വരുന്നത്. ഓയിലിൻ്റെ ഗേജ് നമുക്ക് താഴെ കാണാൻ പറ്റും. ഇതാണ് വാഹനത്തിൻ്റെ സെൽഫ് മോട്ടർ. ഇതാണ് ഞാൻ പറഞ്ഞ കാർബറേറ്റർ. ഈ കാർബറേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ കാർബറേറ്ററിൽ ഓൾറെഡി ഒരു സെൻസർ കൂടെ ഇൻബിൽറ്റ് വരുന്നുണ്ട്. ഇലക്ട്രോണിക് കാർബറേറ്റർ എന്നാണ് ഈ മോഡലിൻ്റെ ഈ ഒരു കാർബറേറ്ററിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്കൊരു 30 രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ 50 രൂപയുടെ പെട്രോളിനെങ്കിൽ പോലും വണ്ടി സ്റ്റാർട്ടായി ഓടിക്കാൻ പറ്റും. ഞാനിപ്പോൾ തൊട്ട് കാണിച്ചാണ് അതിൻ്റെ ആ സെൻസർ. ആ ഒരു ഫീച്ചർ പ്ലാറ്റിനയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം 50 രൂപ പെട്രോൾ അടിച്ച് ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഈ വണ്ടി എടുത്താൽ ആ ഒരു വിഷയം ഉണ്ടാവില്ല. ബാക്കി റേഞ്ചിൽ ഏത് വണ്ടി എടുത്താലും ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വന്നത്. അപ്പോൾ 2 ലിറ്റർ ഫ്യൂൽ ഇട്ടുകൊണ്ട് നടക്കണം. വണ്ടിയിൽ എപ്പോഴും ടാങ്കിൽ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും നമ്മൾ. ആ ഒരു കാര്യം ഇതിന് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ E20 അപ്ഡേറ്റഡ് ആണ്. അതിൻ്റെ ബാഡ്ജിങ് ആണ്, ആ സ്റ്റിക്കർ വർക്കാണ് ഞാനിപ്പോൾ തൊട്ട് കാണിച്ചത്. വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡലാണ് ഈ കണ്ടത്. റബ്ബർ മൗണ്ടറായിട്ടുള്ള ഫുട്ട് റെസ്റ്റ് വരുന്നുണ്ട്. ക്രാഷ് ഗാർഡ് ഇൻബിൽറ്റ് വരുന്നുണ്ട് വാഹനത്തിന്. സിംഗിൾ ഹോണാണ് നമ്മുടെ പ്ലാറ്റിനയിൽ വരുന്നത്. കാറ്റലിക് കൺവെർട്ടർ എല്ലാം ഈ മോഡലിൽ വരുന്നുണ്ട്.
ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ കേരളത്തിൽ എത്ര മോശപ്പെട്ട റോഡിൽ ഓടിയാലും അടിതട്ടി അണ്ടർബോഡി ഡാമേജ് ഒന്നും വരത്തില്ല. ഇതാണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ സൈലൻസർ പൈപ്പ് വരുന്നത്. ഓൾറെഡി സ്പ്ലെൻഡറിനും പ്ലാറ്റിനേക്കാളും കുറച്ചുകൂടി നീളമുള്ള സൈലൻസറിൻ്റെ ക്രോം ഷീൽഡ് വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് 18 ആണ് സൈസ് വരുന്നത്. 80, 100, 18 ട്യൂബ്ലെസ് ടയർ നമുക്ക് സ്പ്ലെൻഡറിന് ബാക്ക് സൈഡിൽ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡും 130 mm ഡ്രം ബ്രേക്സ് വരുന്നുണ്ട്. സെയിം ടു സെയിം ഓൾമോസ്റ്റ് കണ്ടാൽ സെയിം പോലെ ഇരിക്കുന്ന സ്വിംഗ് ആം തന്നെയാണ് രണ്ട് മോഡലിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നല്ല നീളത്തിലാണ്, കുറച്ചുകൂടി നീളത്തിലാണ് സ്പ്ലെൻഡറിൻ്റെ സൈലൻസർ ഷീൽഡ് വരുന്നത്. ക്രോം പ്ലേറ്റഡ് തന്നെയാണ്. ഓൾറെഡി കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ലിവർ അല്ലെങ്കിൽ ബ്രേക്ക് പെഡലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ കാല് എൻജിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡിലേക്ക് തട്ടിപ്പൊള്ളായിരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു കവറിങ് പോലെ സ്പ്ലെൻഡറിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാറ്റലിക് കൺവെർട്ടർ വരുന്നുണ്ട്. സിംഗിൾ സ്പാർക്ക് പ്ലഗാണ് വരുന്നത്. അതുകൂടാതെ നമ്മുടെ എന്താ പറയുക ക്രാഷ് ഗാർഡ് ക്രോം പ്ലേറ്റഡാണ് നമ്മുടെ ബൈക്കിന് വരുന്നത്. ഇതാണ് ഓക്സിജൻ സെൻസറിൻ്റെ ഇൻസേർട്ട് വരുന്നത്. അത് OBD2 സെൻസർ ഉള്ളതുകൊണ്ടാണ്. OBD2 സെൻസർ തന്നെയാണ് ഓക്സിജൻ സെൻസർ എന്നും പറയാം. സെയിം ടു സെയിം ആണ് രണ്ട് വണ്ടി. ഇനി സ്പ്ലെൻഡർ എടുത്താലും നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. ഒരു 10-35 കൊല്ലമായിട്ട് റോഡിലുള്ള വണ്ടിയാണ്. ഇനി ഒരു 50 കൊല്ലം കൂടി ഈ വണ്ടി റോഡിലുണ്ടാവും. ഈ 96,000 രൂപ ആണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ 96,000 രൂപ നിങ്ങൾ വണ്ടി എടുത്ത് ഒരു 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം 8 9 10 കൊല്ലം ഓടിച്ചു നടന്നാലും പക്കയായിട്ട് സർവീസ് ചെയ്ത് ടൈം ടു ടൈമിൽ ഷോറൂമിലോ അല്ലെങ്കിൽ നല്ല മെക്കാനിക്കിനെ കൊടുത്ത് സർവീസ് ചെയ്ത് കൊണ്ടു നടന്നാൽ നിങ്ങൾ കൊടുക്കുമ്പോഴും വലിയ നഷ്ടമില്ലാതെ കാശെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മൈലേജ് കിട്ടുന്നുണ്ട്, സർവീസ് അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ എല്ലാം നല്ലപോലെ കിട്ടും. ഏറ്റവും വെച്ചാൽ ഇതിൻ്റെ ഒരു പെർഫോമൻസാണ്. നമുക്ക് ഹയർ ടോപ്പ് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാലും ഒട്ടും എന്താ പറയുക വിറയിലില്ലാണ്ട് സുഖമായിട്ട് ക്രൂസ് ചെയ്യാനായിട്ട് സ്പ്ലെൻഡറിൽ പറ്റുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റ് വളരെ ചീപ്പാണ്. വളരെ ചീപ്പാണ്. ചെറിയ പൈസയെ വരത്തുള്ളൂ. സർവീസ് ചെയ്യാനും ചെറിയ പൈസയെ വരത്തുള്ളൂ. അതുകൂടാതെ എൻജിൻ്റെ ഒരു എന്താ പറയുക എൻജിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എത്ര ചവിട്ടിപ്പൊളിച്ച് ഓടിച്ചാലും എത്ര മോശമായ രീതിയിൽ ഓടിച്ചാലും ക്ലച്ച് പിടിക്കാതെ ഗിയർ ഇട്ടുകൊണ്ട് നടന്നാൽ പോലും എൻജിന് ഒന്നും പറ്റില്ല. ആ ഒരു ക്വാളിറ്റി നമുക്ക് ബജാജിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ബജാജിൻ്റെ പ്ലാറ്റിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഷോർട്ട് ലൈഫ്, അതായത് ഒരു 3 വർഷം വണ്ടി എടുത്തൊരു 3 വർഷം ഓടിച്ചിട്ട് അടുത്ത വണ്ടി എടുക്കുക, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വർഷം ഓടിച്ചിട്ട് അടുത്ത വണ്ടി എടുക്കുക. അങ്ങനെ മൈൻഡുള്ള ആളാണെങ്കിൽ പ്ലാറ്റിന എടുത്തോ കുഴപ്പമൊന്നുമില്ല. കാരണം ആ ഒരു ഷോർട്ട് ലൈഫ് സ്പാൻ ആയതിൻ്റെ എഞ്ചിൻ ഉണ്ടാവുള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിലെത്താനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. പിന്നെ റീസെയിൽ വാല്യൂ സ്പ്ലെൻഡറിനെ അപേക്ഷിച്ച് പ്ലാറ്റിനയ്ക്ക് കുറച്ചുകൂടി കുറവായിരിക്കും. എന്നാൽ വണ്ടി തീരെ മോശമൊന്നുമില്ല. വണ്ടി ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. നല്ല വലിയ വണ്ടിയാണ്, നീളമുള്ള വണ്ടിയാണ്. കുറച്ചുകൂടി യാത്രാസുഖം കാര്യങ്ങൾ, അതായത് ഇപ്പോൾ റിയറിലിരിക്കുന്ന ആൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് പ്ലാറ്റിനയിലിരുന്ന് യാത്ര ചെയ്യാനേ പറ്റത്തുള്ളൂ. പാർട്സിൻ്റെയും മറ്റും ബിൽഡ് ക്വാളിറ്റിയിൽ കുറച്ചുകൂടി ഹൈ ആയിട്ട് എനിക്ക് സ്പ്ലെൻഡറായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ പ്ലാറ്റിനയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മറ്റു കാര്യങ്ങൾ റീസെയിൽ, സ്പെയർ പാർട്സ്, എൻജിൻ്റെ ലൈഫ് കാര്യങ്ങളെല്ലാം വെച്ച് കുറച്ചും കൂടി നല്ലത് സ്പ്ലെൻഡർ പ്ലസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രൈസിങ് പ്ലാറ്റിന ഏകദേശം 92,000 രൂപ വരുമ്പോൾ സ്പ്ലെൻഡർ പ്ലസിന് 98,000 രൂപ, 8,000 തികച്ചു വേണ്ട, 97 ചില്ലറ, ഏകദേശം 5,000 രൂപ 5,500 ഡിഫറൻസ് ആണ് രണ്ട് വണ്ടിയും തമ്മിൽ കാണുന്നത്. അപ്പോൾ ഇനി ഡിസിഷൻ എടുക്കാൻ നിങ്ങളാണ്. നിങ്ങളൊരു 3 വർഷം എടുത്തിട്ട് ഓടിച്ചുകൊണ്ട് നടന്നിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് പ്ലാറ്റിനയിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു 5 വർഷം 7 വർഷം 8 വർഷമൊക്കെ ലൈഫായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ സ്പ്ലെൻഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മൈലേജ് രണ്ടിനും ഒരു 70 മേളിൽ മൈലേജ് കിട്ടും. മര്യാദക്ക് സർവീസ് ചെയ്ത് പക്കയായിട്ട് 40-60 സ്പീഡിൽ വണ്ടി ഓടിച്ച് നടക്കുകയാണ് നല്ലപോലെ മൈലേജ് കിട്ടുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ പുതിയ വ്യൂവർ ആണെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുള്ളൂ. കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള ഗിസൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുകയൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ.